ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ ഹോബ്, അതായത് ചിമ്മിണി കാര്യങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ ഏരിയയിൽ തന്നെ നമുക്കൊരു പവർ പ്ലഗ് കൂടി വെക്കണം. അതെങ്ങനെ ഒറ്റ ബോക്സിൽ തന്നെ എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ വെച്ചിരിക്കുന്നത് 8 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പവർ പ്ലഗിന് വേണ്ടിയിട്ട് 16 ആംസിൻ്റെ അല്ലെങ്കിൽ 20 ആംസിൻ്റെ പ്ലഗ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 സ്വിച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്വിച്ച് എന്തിനു വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഹോബിന്, കാരണം ഈ ഹോബ് എന്ന് പറയുന്നത് ചിമ്മിണിയാണ്. നമ്മുടെ പുതിയ മോഡൽ ടൈപ്പ് നമ്മുടെ കിച്ചണിൽ പാകം ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൽ നിന്ന് വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പാചകം ചെയ്യുന്ന ബാഡ് സ്മെല്ലുകൾ വലിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് കിച്ചണിൽ നമ്മൾ ഈ ചിമ്മിണി യൂസ് ചെയ്യുന്നത്. മുകളിലായിട്ട് നമ്മളൊരു എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 3 സ്വിച്ചുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ ചിമ്മിണിയുടെ മുകളിലുള്ള അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നതിനും, പിന്നെ അതിൻ്റെ താഴെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് നമ്മുടെ സ്റ്റൗ, അതായത് സ്റ്റൗവിന് ചില ടൈപ്പ് സ്റ്റൗ വരുന്നത് നമുക്ക് ഇലക്ട്രിക് സ്റ്റൗ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സോസ്റ്റിൻ്റെ ഫാനിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പവർ പ്ലഗ് ആണ്. പവർ പ്ലഗ് നമ്മൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ മിക്സിയോ, ഇൻഡക്ഷൻ കുക്കറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് പവർ നമ്മൾ കൊടുക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ പ്ലഗ് കൊടുക്കുന്നത്. വന്നിരിക്കുന്ന സർക്യൂട്ടിൽ നിന്ന് ഒറ്റ സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ അകത്ത് എർത്ത് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ലിങ്ക് ചെയ്ത് കയറി പോകുന്നുണ്ട്. എർത്ത് കറക്റ്റായിട്ട് നമ്മൾ എർത്തിൻ്റെ പൊസിഷനിൽ നമ്മൾ കൊടുത്തു. പിന്നെ ന്യൂട്രലുകളെല്ലാം തന്നെ എല്ലാ സ്ഥലത്തു നിന്ന്, ഈ സെക്ഷനിൽ നിന്ന് കയറി പോകുന്ന ന്യൂട്രലുകൾ, അതായത് നമ്മൾ ഈ പവർ പ്ലഗിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ചിമ്മണിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാ ന്യൂട്രലുകളും ഒന്നിച്ച് ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്ലഗ് സ്വിച്ച് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ട്. അതായത് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്ന ആ ഇൻഡിക്കേറ്ററിൻ്റെയും കൂടി നമ്മൾ ന്യൂട്രൽ അതിലേക്ക് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ മഞ്ഞയാണ് ഫേസ് ഇവിടെ വന്നിരിക്കുന്നത്. 2.5ൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2.5 കൊടുത്തിരിക്കുന്നു. 2.5 നേരെ വന്നതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം നേരെ ഒരു 1 വേ സ്വിച്ച് കണ്ടോ, 20 ആംസിൻ്റെ 1 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്വിച്ചിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് നേരെ പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് ഡിവൈസ് എടുത്താലും ഒരു പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് വരുന്നത്. അതായത് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫേസ് കൊടുക്കണം. ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത്, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ നമ്മൾ നേരത്തെ ന്യൂട്രൽ കൊടുത്ത പോലെ തന്നെ വേറെ നോഡിയുള്ള ഇൻഡിക്കേറ്ററിൻ്റെ അത് നമ്മൾ സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, അതായത് പ്ലഗ് സോക്കറ്റിലേക്ക് പോകുന്ന സ്ഥലത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ സോക്കറ്റിലേക്ക് സപ്ലൈ പോവുകയും ചെയ്യും. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ആംബിയർ എടുക്കുന്ന സ്ഥലങ്ങളിലാണ്. ഹൈ ആംബിയർ എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ പവർ പ്ലഗുകൾ യൂസ് ചെയ്യണം. കിച്ചണിൽ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഏകദേശം നല്ല രീതിയിൽ തന്നെ 1500 വാട്ട് തൊട്ട് 2000-3000 വാട്ട് വരെ എടുക്കുന്ന ഇൻഡക്ഷൻ കുക്കറുകളുണ്ട്. അപ്പോൾ അത്രയും വാട്ട്സ് എടുക്കുന്ന സമയത്ത് ഹൈ ആംബിയറുള്ള പവർ പ്ലഗും കാര്യങ്ങളും വേണം. ഒന്നാമത്തെ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, രണ്ടാമത്തെ സ്വിച്ചും ചിമ്മിണിക്ക് വേണ്ടിയുള്ള, മൂന്നാമത്തെ സ്വിച്ച് വരുന്നത് ഇവിടെ എക്സോസ്റ്റിന്. അപ്പോൾ ചിമ്മിണിക്ക്, അതായത് ചില ചിമ്മിണികൾ വരുന്നത് നമ്മുടെ താഴെ സ്റ്റൗ വയ്ക്കുന്ന സമയത്താണെങ്കിലും താഴെ സ്റ്റൗവിന് വേണ്ടിയിട്ട് ചിലത് ബാറ്ററി ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഗ്യാസ് അടുപ്പിന് വേണ്ടിയിട്ട് ബാറ്ററി ടൈപ്പ് നമ്മൾ ജസ്റ്റ് തിരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്ന ടൈപ്പ്. അതല്ലാതെ നമ്മൾ ഇൻഡക്ഷൻ ചില സ്റ്റൗവിന് നമ്മൾ സപ്ലൈ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താഴെ നമ്മുടെ ഒരു പ്ലഗ് സോക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിലും താഴെയായിട്ട് 2 പ്ലഗുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു എക്സോസ്റ്റ് കൂടി വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.